കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്ത പൂക്കൃഷി വിളവെടുത്തു. കേരള ഖാദി ബോർഡ് ചെയർമാൻ പി ജയരാജൻ, മുണ്ടോക്ക് യൂണിറ്റ് സെക്രട്ടറി പി വസന്തയ്ക്ക് പൂക്കൾ പറിച്ചു നൽകി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മാഹി വില്ലേജ് പ്രസിഡന്റ് കെ പി നൌഷാദ് അധ്യക്ഷനായി. പക്ഷേ കൃഷി കുറഞ്ഞു വരുന്നു. ഈ വൈരുദ്ധ്യം പരിഹരിക്കാനുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് മാഹി കർഷക സംഘം നടത്തിയിട്ടുള്ളത്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടു, നമ്മുടെ മുമ്പിലുണ്ട് ചെണ്ടുമല്ലി കൃഷി. അത് വ്യത്യസ്ത നിറങ്ങളിലാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് വാടാമല്ലികയുമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്തിയവരെ അഭിനന്ദിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുണ്ടുഭൂമിയിലാണ് ആളുകൾ താമസിക്കുന്നത്. അധികം കൃഷിഭൂമിയില്ല. അപ്പോൾ നമ്മുടെ മട്ടുപ്പാവുകൾ കൃഷിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും. അതിനുകൂടി മാഹി കർഷക സംഘം താല്പര്യമെടുക്കണം. അതിനൊരു പദ്ധതി ആവിഷ്കരിക്കണം. അങ്ങനെ നമ്മുടെ കാർഷിക സംസ്കൃതി നിലനിർത്താൻ വേണ്ടി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ മാഹിയിലുള്ള എല്ലാ ആളുകളെയും പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള ബൃഹത്തമായിട്ടുള്ള ഒരു പദ്ധതിക്ക് കൂടി നിങ്ങൾ രൂപം കൊടുക്കണം. നിങ്ങൾക്കതിന് സാങ്കേതികമായിട്ടുള്ള ഉപദേശം തരാൻ ആളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാടാമല്ലികയും ജമന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം പൂത്തുലഞ്ഞത് മുണ്ടോക്കിലെ ഓടത്തിനകത്ത് പ്രവാസിയായ ജിനോസ് ബഷീർ കൃഷിക്കായി വിട്ടുനൽകിയ ഒരേക്കറിലാണ്. 2 മാസം മുമ്പാണ് തൈ നട്ടത്. കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച കെ പി ജയരാജന്റെ നിർദ്ദേശങ്ങളും കൃഷിക്ക് സഹായമായി. കഴിഞ്ഞ ഓണക്കാലത്ത് പുത്തലം ക്ഷേത്രത്തിന് സമീപത്തെ 17 സെന്റിലെ പൂക്കൃഷി വിജയിച്ചതോടെയാണ് പ്രവർത്തകർക്ക് ആവേശമായത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ, തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ, CPM മാഹി ലോക്കൽ സെക്രട്ടറി KP സുനിൽകുമാർ, കർഷക സംഘം മാഹി വില്ലേജ് സെക്രട്ടറി CT വിജേഷ്, ട്രഷറർ മനോജ് പുത്തലം എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.